വെൽക്കം ബാക്ക് ടു ഹാപ്പി സ്റ്റോക്കിസ്റ്റ്. ഇന്ന് നിങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ക്രോഷ്യ റൗണ്ട് മാറ്റ് എങ്ങനെ ഉണ്ടാക്കാന്നുള്ളത് നോക്കാട്ടോ. ആക്ച്വലി ഇതിന്റെ ഒരു പാറ്റേൺ അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് എത്ര വലിയ മാറ്റ് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് നമ്മളൊരു മാജിക് റിംഗിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ അങ്ങോട്ടേക്ക് നമ്മൾ മെയിൻലി ചെയ്യുന്നത് ഡബിൾ ക്രോഷ്യേസ് ആണ് കേട്ടോ. ഈ ഒരു റൗണ്ട് മാറ്റ് ആക്ച്വലി ഞാനൊരു 2.5 ഹുക്ക് വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഈ ഒരു യാണാണ് യൂസ് ചെയ്തത്. ഈ ഒരു സൈസിൽ ഉണ്ടാക്കിയെടുക്കാൻ ഇതുപോലത്തെ 2 യാണ് യൂസ് ചെയ്യേണ്ടി വന്നു. ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് ഈ ഒരു അക്രിലിക് യാണ് വെച്ചിട്ടാണ് കേട്ടോ. പൊതുവെ ഇതുപോലത്തെ യാണിന്റെ ബാക്കിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും നമ്മൾ ഏത് ഹുക്കാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ആദ്യം ചെയ്യുന്നത് ഒരു മാജിക് റിംഗ് ആണ്. അപ്പൊ മാജിക് റിംഗ് ഇടാൻ വേണ്ടിയിട്ട് നമ്മുടെ 2 വിരലിന്റെ മേലെ യാണിന്റെ ടെയിലിന്റെ ഇതുപോലെ ഒരു എക്സ് ഷേപ്പിൽ ചുറ്റിയെടുക്കുക. ഇനി നമ്മുടെ ഹുക്ക് എടുത്തിട്ട് ആദ്യത്തെ യാണിന്റെ താഴെ കൂടെ മറ്റേ യാണിലൊന്ന് കൊളുത്തിയിട്ട് ജസ്റ്റ് ഒന്ന് വലിച്ചിട്ട് ആ ഭാഗം ഒന്ന് ട്വിസ്റ്റ് ചെയ്യാം. എന്നിട്ട് മറ്റേ കൈയിന്റെ ഇൻഡെക്സ് ഫിംഗറും തമ്പും വെച്ചിട്ട് അതൊന്ന് ഹോൾഡ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ യാണ് ടെൻഷൻ മെയിൻറ്റെയിൻ ചെയ്തിട്ട് പിടിക്കുക. ഇനി യാണ് എങ്ങനെയാ ടെൻഷൻ മെയിൻറ്റെയിൻ ചെയ്ത് പിടിക്കാന്ന് അറിയാത്തവർ നമ്മുടെ ക്രോഷ്യ ബേസിക് സീരീസിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതൊന്ന് കണ്ടു നോക്കുക. ഇനി റൈറ്റ് ഹാൻഡിൽ ഉണ്ടായിരുന്ന യാണ് ലെഫ്റ്റ് ഹാൻഡിന്റെ തമ്പിന്റെയും മിഡിൽ ഫിംഗറിന്റെയും ഇടയിൽ വെച്ചിട്ട് ഹോൾഡ് ചെയ്യുക. ഇനി മാജിക് റിംഗ് ഒന്ന് സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ട് ഒരു ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. ചെയിൻ സ്റ്റിച്ച് ഇടാൻ വേണ്ടിയിട്ട് ഹുക്ക് യാണിന്റെ ലെഫ്റ്റ് സൈഡിൽ കൂടെ താഴോട്ട് കൊണ്ടുപോയിട്ട് ഹുക്കിൽ യാണ് കൊളുത്തുക. ഇതിനെയാണ് യാൺ ഓവർ എന്ന് വിളിക്കുക. എന്നിട്ട് ആ ലൂപ്പ് കൂടെ പുൾ ചെയ്യുക. അതിനെയാണ് പുൾ ത്രൂ എന്ന് വിളിക്കുക. ഈ ഒരു മാറ്റ് ചെയ്യാൻ നമുക്ക് മാജിക് റിംഗിൽ ടോട്ടലി 3 ചെയിൻ സ്റ്റിച്ച് ആണ് ഇടേണ്ടത്. അപ്പൊ ഇത് സെക്കൻഡ് ചെയിൻ സ്റ്റിച്ച്, തേർഡ് ചെയിൻ സ്റ്റിച്ച്. അപ്പൊ 3 ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെയിൻ സ്റ്റിച്ച് അറിയാത്തവരൊക്കെ ക്രോഷ്യ ബേസിക് സീരീസ് ഒന്ന് നോക്കിയിട്ട് പഠിക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ മാജിക് റിംഗിൽ 11 ഡബിൾ ക്രോഷ്യ ചെയ്യണം. അപ്പൊ ഡബിൾ ക്രോഷ്യ ചെയ്യാനായിട്ട് ആദ്യം ഒന്ന് യാൺ ഓവർ ചെയ്യാം. ഇനി മാജിക് റിംഗിന്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. കാരണം നമ്മൾ മാജിക് റിംഗിൽ വെച്ചിട്ടാണ് ഡബിൾ ക്രോഷ്യ ചെയ്യുന്നത്. എന്നിട്ട് വീണ്ടും യാൺ ഓവർ ചെയ്യുക. അപ്പൊ നമുക്ക് 3 ലൂപ്പ് കിട്ടും. എന്നിട്ട് യാൺ ഓവർ ചെയ്തിട്ട് ആദ്യത്തെ 2 ലൂപ്പിന്റെ ഉള്ളിൽ കൂടി പുൾ ത്രൂ ചെയ്യുക. അപ്പൊ ഹുക്കിൽ 2 ലൂപ്പ് ഉണ്ടാവും. ഇനി വീണ്ടും യാൺ ഓവർ ചെയ്തിട്ട് ആ 2 ലൂപ്പിന്റെ ഉള്ളിൽ കൂടെയും പുൾ ത്രൂ ചെയ്യുക. ഇങ്ങനെയാണ് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുന്നത്. ഇതേപോലെ ഇനി 10 ഡബിൾ ക്രോഷ്യയും കൂടെ ചെയ്യണം. സോ ദിസ് ഈസ് സെക്കൻഡ് ഡബിൾ ക്രോഷ്യ. ഇതേപോലെ തന്നെ ബാക്കി ഡബിൾ ക്രോഷ്യസും കൂടെ മാജിക് റിംഗിന്റെ ഉള്ളിലേക്ക് ചെയ്തു കൊടുക്കുക. ഒന്നുകൂടെ പറഞ്ഞുതരാം. യാൺ ഓവർ ചെയ്ത് റിംഗിന്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. വീണ്ടും യാൺ ഓവർ ചെയ്ത് ആദ്യത്തെ 2 ലൂപ്പിന്റെ ഉള്ളിൽ കൂടെ പുൾ ത്രൂ ചെയ്യുക. വീണ്ടും യാൺ ഓവർ ചെയ്ത് അടുത്ത 2 ലൂപ്പിന്റെ ഉള്ളിൽ കൂടെയും പുൾ ത്രൂ ചെയ്യുക. സോ ദിസ് ഇസ് 11th ഡബിൾ ക്രോഷ്യ. എല്ലാ ഡബിൾ ക്രോഷ്യയും ചെയ്ത് കഴിഞ്ഞിട്ട് 11 ഇല്ലെന്നുള്ളത് എണ്ണീട്ട് ഉറപ്പ് വരുത്തുക. നമ്മൾ ആദ്യം ചെയ്ത 3 ചെയിൻ സ്റ്റിച്ചിനെയും ഒരു ഡബിൾ ക്രോഷ്യ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അപ്പൊ ടോട്ടൽ 12 ഉണ്ടാവും. ഇനി ആ ചെറിയ യാണ് നമ്മുടെ മാജിക് റിംഗിന്റെ യാണാണ്. അത് പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ മാജിക് റിംഗ് ക്ലോസ് ചെയ്യാൻ പറ്റും. ടൈറ്റ് ആയിട്ട് വലിച്ചു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ഔട്ടോ. ഇപ്പൊ നമുക്കൊരു സർക്കിൾ പോലെ കിട്ടും. ഇനി അതിന്റെ 2 എൻഡുകൾ ജോയിൻ ചെയ്യണമെങ്കിൽ സ്ലിപ്പ് സ്റ്റിച്ച് യൂസ് ചെയ്യണം. ഇതിൽ ആദ്യം കാണുന്നത് നമ്മളിട്ട 3 ചെയിൻ സ്റ്റിച്ച് ആണ്. അതിന്റെ തൊട്ടടുത്ത് കാണുന്ന ഡബിൾ ക്രോഷ്യന്റെ ടോപ്പിലുള്ള ഒരു വി ഷേപ്പിൽ ഇരിക്കുന്ന സ്റ്റിച്ചിന്റെ താഴെ കൂടെയാണ് ഹുക്ക് പാസ് ചെയ്യേണ്ടത്. ഇനി യാൺ ഓവർ ചെയ്ത് അതിന്റെ ഉള്ളിൽ കൂടി തന്നെ പുൾ ത്രൂ ചെയ്യുക. അപ്പൊ നമുക്ക് 2 ലൂപ്പ് കിട്ടും. ആദ്യത്തെ ലൂപ്പിന് മറ്റേ ലൂപ്പിന്റെ ഉള്ളിൽ കൂടി പുൾ ത്രൂ ചെയ്യുക. ഇങ്ങനെയാണ് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. ആ ചെറിയാണ് സ്ലിപ്പ് നോട്ടിന്റെ ബാക്കിയാണ്. അതിനെ കൊണ്ട് ഒരു തടസ്സമാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മറ്റേ സൈഡിലേക്ക് ഇട്ട് കൊടുക്കണേ കേട്ടോ. ഇപ്പൊ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഈ മാറ്റിന്റെ സെന്ററിൽ ഇരിക്കുന്ന ആ ഒരു റൗണ്ട് പോർഷൻ ആണ് നമ്മളിപ്പോ ചെയ്തത്. ഇനി നമുക്ക് ഡബിൾ ക്രോഷ്യേസ് ചെയ്ത് അതിന്റെ സൈസ് കൂട്ടി 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 കൊണ്ടുവരണം. സെൻട്രൽ പോർഷനിൽ നമ്മളിപ്പോ 12 ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി നെക്സ്റ്റ് റൗണ്ടിൽ നമ്മൾ 24 ഡബിൾ ക്രോഷ്യ ചെയ്താലാണ് അത് സൈസ് കൂടി വരുള്ളൂ. എല്ലാ റൗണ്ടിലും ഫസ്റ്റ് ഡബിൾ ക്രോഷ്യക്ക് പകരം നമ്മൾ 3 ചെയിൻ സ്റ്റിച്ച് ആണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ നമ്മളിവിടെ 3 ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ചെയിൻ സ്റ്റിച്ച് ഇരിക്കുന്ന ആ സെയിം സ്പേസിലേക്ക് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തു കൊടുക്കുക. നമ്മൾ ഈ റൗണ്ടിൽ 24 ഡബിൾ ക്രോഷ്യേസ് ആണ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നില്ലേ? അപ്പൊ ഇതിനു വേണ്ടിയിട്ട് ഈ റൗണ്ടിൽ ഓരോ സ്റ്റിച്ചസിലേക്കും 2 ഡബിൾ ക്രോഷ്യ വീതം ചെയ്തു കൊടുക്കുക. അപ്പൊ നമുക്ക് ടോട്ടൽ 24 ഡബിൾ ക്രോഷ്യേസ് കിട്ടും. നമ്മൾ ഇട്ട് കൊടുത്ത 3 ചെയിൻ സ്റ്റിച്ചിനെയും കൂടി ഒരു ഡബിൾ ക്രോഷ്യ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അതും പിന്നെ നമ്മൾ ഇപ്പോൾ ഇട്ട് കൊടുത്ത ഒരു ഡബിൾ ക്രോഷ്യയും കൂടെ കൂട്ടിയിട്ട് ഫസ്റ്റ് സ്റ്റിച്ചിൽ ഇപ്പോൾ 2 ഡബിൾ ക്രോഷ്യ ഉണ്ട്. ഇതേപോലെ
is the second double crochet in the same stitch. ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും നമ്മൾ ഈ ഒരു റൗണ്ടിൽ 2 1 2 എന്നുള്ള ഫോർമാറ്റിലാണ് ചെയ്യുന്നത്. ഇനി അതിന്റെ തൊട്ടടുത്തുള്ള സ്റ്റിച്ചിലേക്ക് ഒരൊറ്റ ഡബിൾ ക്രോഷ്യ സെക്കൻഡ് ഡബിൾ ക്രോഷ്യ. ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഈ ഒരു റൗണ്ടിൽ നമ്മൾ 2 1 1 2 എന്നുള്ള ഫോർമാറ്റിലാണ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് സ്റ്റിച്ചിലേക്ക് ഒരു ഡബിൾ ക്രോഷ്യ മാത്രം ചെയ്തു കൊടുക്കുക. നെക്സ്റ്റ് സ്റ്റിച്ചിലേക്കും ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തു കൊടുക്കുക. ഇനി നെക്സ്റ്റ് സ്റ്റിച്ചിലേക്ക് 2 ഡബിൾ ക്രോഷ്യ ചെയ്തു കൊടുക്കുക. ഇങ്ങനെ 2 1 1 2 1 1 2 1 1 എന്നുള്ള ഫോർമാറ്റിൽ നമ്മൾ ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുക. അപ്പം നമുക്ക് അവസാനത്തെ സ്റ്റിച്ചിൽ ഒരു ഡബിൾ അത് കഴിഞ്ഞാൽ സ്ലിപ്പ് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് ലാസ്റ്റത്തെ 2 സ്റ്റിച്ചസുകൾ കണക്ട് ചെയ്ത് കൊടുക്കുക. ഇനി നെക്സ്റ്റ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ 3 ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട്
ഇപ്പം നമ്മൾ ലാസ്റ്റ് 5 സ്റ്റിച്ചസിലും ഓരോ ഡബിൾ ക്രോഷ്യോ വീതമാണ് ചെയ്തത്. ഈ ഒരു റൗണ്ടിൽ 2 1 1 1 1 1 1 2 1 1 1 1 1 1 എന്ന ഫോർമാറ്റിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ചെയ്യുമ്പോൾ അവസാനത്തെ
1 1 1 2 1 1 1 എന്നുള്ള ഫോർമാറ്റിൽ ചെയ്തു. ഇങ്ങനെ പാറ്റേൺ മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര വലിയ മാറ്റ് വേണമെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലായില്ലേ? ഇതിലിപ്പോൾ നമ്മൾ 1 2 3 4 5 6 7 8 റോസാണ് ഞാൻ ഈ ഒരു മാറ്റിൽ ചെയ്തിട്ടുള്ളത്. ഇതിൽ പക്ഷേ ഞാൻ കുറേ റോസ് ചെയ്തിട്ടുണ്ട്. സെൻട്രൽ പോർഷനിൽ നമ്മൾ ചെയിൻ സ്റ്റിച്ച് അടക്കം 12 ഡബിൾ ക്രോഷേ, നെക്സ്റ്റ് റോയിൽ 24 ഡബിൾ ക്രോഷേ, നെക്സ്റ്റ് റോയിൽ ഫസ്റ്റ് സ്റ്റിച്ചിൽ 2 ഡബിൾ ക്രോഷേ, പിന്നെ ഒരു ഡബിൾ ക്രോഷേ, പിന്നത്തേൽ 2 ഡബിൾ ക്രോഷേ, അതിൻ്റെ തൊട്ടടുത്തയിൽ 2 ഡബിൾ ക്രോഷേ, പിന്നത്തെ നെക്സ്റ്റ് 2 സ്റ്റിച്ചിൽ ഓരോ ഡബിൾ ക്രോഷേസ് വീതം, പിന്നെ 2 ഡബിൾ ക്രോഷേ, അതിൻ്റെ തൊട്ടടുത്തയിൽ 2 ഡബിൾ ക്രോഷേ, പിന്നത്തെ 3 സ്റ്റിച്ചിൽ ഓരോ ഡബിൾ ക്രോഷേ വീതം, പിന്നെ 2 ഡബിൾ ക്രോഷേ, നെക്സ്റ്റ് റോയിൽ 2 ഡബിൾ ക്രോഷേ, പിന്നത്തെ 4 സ്റ്റിച്ചസിലും ഓരോ ഡബിൾ ക്രോഷേ വീതം, പിന്നെ 2 ഡബിൾ ക്രോഷേ. ഇങ്ങനെ എല്ലാ റോസും ചെയ്യാം. ഞാനിപ്പോൾ പറഞ്ഞു തന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശമൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. ആൻഡ് ഇത് യൂസ്ഫുൾ ആയോ ഇല്ലേ എന്നുള്ളതൊക്കെ കമൻറ്റ് ചെയ്യുക. ആൻഡ് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് വെച്ചേക്ക് കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇതിൽ ചെയ്തതിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ഇനിയും ഇതേപോലെ ഏതെങ്കിലും ക്രോഷ്യ പ്രൊജക്ട്സ് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട.